കമ്പനിയോട് മരിച്ച ആളുകൾക്കും അതുപോലെ പിന്നെ പരിക്കേറ്റ ആളുകൾക്കും അടിയന്തരമായ സാമ്പത്തിക സഹായവും പെർമനൻ്റ് സാമ്പത്തിക സഹായവും നൽകാനാവശ്യമായ നടപടി ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചതായ വ്യക്തികൾക്ക് ഇപ്പം അൻമോൽ എന്ന് പറയുന്ന വ്യക്തിക്ക് 5 ലക്ഷം രൂപ, ബാക്കി എല്ലാ ആളുകൾക്കും 6 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുന്നതിന് വേണ്ടി കമ്പനി തീരുമാനമെടുത്ത് അറിയിച്ചു. അത് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതാത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ആ പണം 10 ദിവസത്തിനകം നിക്ഷേപിക്കണം എന്നുള്ള നിർദ്ദേശം കമ്പനിക്ക് കൊടുത്തു. കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ഓരോ ആളുകൾക്കുമുള്ളതായ സാമ്പത്തിക സഹായമാണ്. അതിലൊരു തുക ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ക്രമീകരിച്ച് അടിയന്തര സഹായം. ഇപ്പോൾ രാകേഷ് കുച്ചായത്തിന് 6 ലക്ഷം രൂപ അടിയന്തര സഹായം. ആ 6 ലക്ഷം രൂപ ഉൾപ്പെടെ 32 ലക്ഷത്തി സംതിങ് രൂപ രാകേഷ് കുച്ചായത്തിനുണ്ടാവും. വിക്രം റാണയ്ക്ക് 6 ലക്ഷം രൂപ അടിയന്തര സഹായവും 40 ലക്ഷത്തി സംതിങ് രൂപ അദ്ദേഹത്തിന് നൽകാനുള്ള നടപടി കമ്പനി സ്വീകരിക്കും. അൻസാരിക്ക് 6 ലക്ഷം രൂപ അടിയന്തര സഹായവും 29 ലക്ഷത്തി സംതിങ് രൂപ അദ്ദേഹത്തിന് കിട്ടും. രാഹുൽ ശർമ്മ എൻജിനീയറാണ്, അദ്ദേഹത്തിന് അടിയന്തര സഹായം 6 ലക്ഷം രൂപയും ടോട്ടൽ അസിസ്റ്റൻസ് ആയിട്ട് അദ്ദേഹത്തിന് 6 ലക്ഷം രൂപ ഉൾപ്പെടെ 34 ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടും. വികാസ് കുമാർ അദ്ദേഹത്തിന് 6 ലക്ഷം രൂപ അടിയന്തര സഹായവും 31 ലക്ഷത്തി 81,000 സംതിങ് രൂപ വികാസ് കുമാറിന് ലഭിക്കും. മുഹമ്മദ് ഇമ്രാൻ അദ്ദേഹത്തിന് 6 ലക്ഷം രൂപ അടിയന്തര സഹായവും അസിസ്റ്റൻസ് ആയിട്ട് 29 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിക്കും. ചന്ദ്രപാൻ അദ്ദേഹത്തിന് 6 ലക്ഷം രൂപ അടിയന്തര സഹായവും 28 ലക്ഷത്തി സംതിങ് രൂപ അദ്ദേഹത്തിന് ലഭ്യമാകും. അൻമോലിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം രൂപയും 16 ലക്ഷം രൂപ അദ്ദേഹത്തിന് ടോട്ടൽ അസിസ്റ്റൻസായി 16 ലക്ഷം രൂപ കിട്ടും, ആ 5 ലക്ഷം ഉൾപ്പെടെ. ഇതിൽ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, പരിക്കേറ്റവർക്കുള്ള സഹായം കമ്പനി പ്രഖ്യാപിക്കണം എന്നുള്ളത് ചർച്ചയിൽ ഞാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിറ്റിക്കൽ കെയർ യൂണിറ്റിൽ ഉള്ളതായ 3 ആളുകളുടേതൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും അടിയന്തര സഹായമായി 2.5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് കൊടുക്കാൻ കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. 3 പേരുടെ തീരുമാനം അവർ ചർച്ച നടത്തി 2.5 ലക്ഷത്തിനേക്കാൾ മേലെയുള്ള തുക നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി അവർ സ്വീകരിക്കും. അതിൻ്റെ ചർച്ച കമ്പനി ഇന്നും നാളെയുമായി പൂർത്തീകരിച്ച് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഒറ്റപ്പെട്ടു പോയതായിരിക്കുന്ന ഈ ദുരന്തത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയതായിരിക്കുന്ന മേഖലകൾ, ആ മേഖലകളിലുള്ള ആളുകൾക്ക് ഒരാഴ്ചത്തെ സൗജന്യ റേഷൻ നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. ആ ലിസ്റ്റ് കലക്ടറെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിനെയും സെക്രട്ടറിയെയും തഹസിൽദാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അതിൻ്റെ ഏകോപനം വഹിച്ച് നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. ഇത്രയുമാണ് ഇന്നത്തെ സുപ്രധാനമായ മീറ്റിംഗ്. സമയമെടുത്ത് ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. ഇതിൽ കമ്പനിയുമായി ഈ കാര്യം സംസാരിക്കാൻ ഇടവന്ന സാഹചര്യം, മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ അവരുടെ വേദനകളും പ്രയാസങ്ങളും ദുരന്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയോട് മീറ്റിങ്ങിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടതും മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് അവരുമായി സംസാരിച്ചതും. അവർ ഒരു പ്രോസസ്സിംഗ് നടത്തി അവർ അതിൻ്റെ തുക ഏകദേശം തീരുമാനിച്ചിരിക്കുന്നു. ഇനി അതിൽ തീരുമാനിക്കപ്പെടേണ്ടതായിരിക്കുന്ന തുക ക്രിറ്റിക്കൽ കെയർ യൂണിറ്റിലുള്ളതായിരിക്കുന്ന തൊഴിലാളികളുടേതാണ്. അതും നാളെ കൊണ്ട് തീരുമാനമാക്കി അറിയിക്കും. ദിലീപ് ബിൽക്കോണാണോ അതോ ദിലീപ് ബിൽക്കോൺ? ദിലീപ് നടക്കാൻ പോകുന്ന മറ്റേ നാളത്തെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഈ വിദഗ്ധ സമിതിയുടെ കാര്യം അതെങ്ങനെയാണ്? വിദഗ്ധ സമിതി വന്നതിന് ശേഷം ഈ സാക്ക് ചെയ്തിരിക്കുന്ന മണ്ണ്, കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് പരിശോധിച്ച് അതിൻ്റെ ഏത് രീതിയിൽ ആ മണ്ണ് മാറ്റണം, ഏത് സമയത്ത് അതിൽ മാറ്റം വരുത്തണം, എവിടെ നിന്നൊക്കെ മണ്ണെടുക്കണം, അതിനെന്തൊക്കെ ക്രമീകരണം ചെയ്യേണ്ടതുണ്ട്, അതുവരെ മണ്ണെടുക്കുന്നത് വരെ ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷൻ വേണം, ഈ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി അവരുടെ റിപ്പോർട്ടിൽ അടിയന്തരമായിട്ടുള്ള അവരുടെ റിപ്പോർട്ടിലുണ്ടാവും. ആ റിപ്പോർട്ടിനെ തുടർന്ന് സമയം തീരുമാനിക്കും, ഇതിൻ്റെ മെക്കാനിസവും തീരുമാനിക്കും. എപ്പോഴാണ് അവർ എത്താനുള്ള സാധ്യത? നാളെ തന്നെ എത്തേണ്ടതാണ്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് 3 ദിവസം കൊണ്ട് പൂർണ്ണമായും മാറ്റണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു, കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല റോഡിൻ്റെ 2 സൈഡിൽ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും, അതായത് ഇടിഞ്ഞു വന്ന് ഇരിക്കുന്ന മണ്ണും അവർ നേരത്തെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണും
ഈ 2 മണ്ണും 3 ദിവസം കൊണ്ട് മാറ്റണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മെക്കാനിസം എടുക്കണം എന്നുള്ളത് അവരോട് പറഞ്ഞു. അവരത് ആക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ നടപടികൾ ആരംഭിക്കും. ഈ കനത്ത മഴ പെയ്താൽ ഇപ്പോഴും ആളുകൾക്ക് ഭീതിയുണ്ട്. അവിടെ ഉള്ള ആളുകൾക്ക് അവരെ മാറ്റാൻ വാടക വീടുകളിൽ അവരെ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും തഹസിൽദാരും വില്ലേജ് ഓഫീസറെയും സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അടിയന്തരമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീടുകളിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുക്കും. അതിൻ്റെ ലിസ്റ്റ് ചോദിച്ചിരിക്കുക. 2.5 ലക്ഷം മറ്റു 6 പേർക്ക്, അതായത് പരിക്ക് പറ്റിയ എല്ലാ ആളുകൾക്കും 2.5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് കമ്പനി കൊടുക്കും. 2 ലക്ഷം സർക്കാർ പ്രഖ്യാപിച്ചു. 2.5 ലക്ഷം രൂപ കമ്പനി ആദ്യം 2 ലക്ഷം പറഞ്ഞു സർക്കാർ 2 ലക്ഷം കൊടുക്കുന്നുണ്ട്, 2.5 ലക്ഷം കൊടുക്കണം എന്നുള്ള നിർദ്ദേശം വെച്ച് ആ നിർദ്ദേശം അവരെ ആക്സെപ്റ്റ് ചെയ്തു. ഇനി 3 പേരുടെ തുക അത് 2.5 ലക്ഷം പോരാ എന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് അവർ ആലോചിച്ച് കൂട്ടിക്കോളാം എന്നുള്ളത് പറഞ്ഞു. കൂട്ടുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അവർ നാളെ കൊണ്ട് മറുപടി തരും. മറ്റൊരു കാര്യം കൂടി, ഈ ചൂരൽമലക്കാർ ഇപ്പോൾ ഫലത്തിൽപ്പെട്ട് നിൽക്കണല്ലോ, അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ കുറേ സാഹചര്യമുണ്ട്. എങ്ങനെയപ്പോൾ അത് നേരിടാൻ പറ്റുക? ഇപ്പോൾ അവിടെയുള്ള എസ്റ്റേറ്റുകളുടെ ജോലികൾ പുനഃക്രമീകരിക്കുകയാണ്. 2 ഇവിടെ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചു. 3 അവിടെ ഹെൽത്ത് സെൻറ്റർ സബ് സെൻറ്ററിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ഫെസിലിറ്റി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്ത് മുന്നോട്ട് പോവുക. എവിടെ ഈ തൽക്കാലം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്.